So today, I would like to share a story with you, a story of a 19-year-old girl who chose to be an ambassador of happiness through airwaves. For that, I would like to take you to an old advertisement that came in newspaper 17 years ago. വായിൽ നാക്കുണ്ടെങ്കിൽ വയനാട്ടിലും ചോറുണ്ടെന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ വിളിക്കൂ. വളരെ പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ആ നമ്പറിലേക്ക് വിളിക്കേണ്ടി വന്ന ആ 19 വയസ്സുകാരിക്ക് അറിയില്ലായിരുന്നു വായിലുള്ള ആ നാക്കുകൊണ്ട് അവൾ ഒരു ചരിത്രം രചിക്കാൻ പോവുകയാണെന്ന്. So let me take you back to 2006, ഒരു നവംബർ മാസം. പ്രോഡൻസ് വിമൻസ് കോളേജിൽ റേഡിയോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത BSc ബോട്ടണി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലം. അന്ന് കോളേജിൽ ഐ വാസ് എ ചെയർപേഴ്സൺ. സോ അങ്ങനെ കോളേജിൽ അല്ലറ ചില്ലറ യൂണിയൻ പ്രവർത്തനങ്ങളും നാടകവും ഒക്കെ ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു പ്രാക്ടിക്കൽ എക്സാം. കാരണം നമ്മൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ HOD ശൈലജ മാമിൻ്റെ എക്സാം ആണ്, പ്രാക്ടിക്കൽ എക്സാം. സോ ഐ ഷുഡ് കംപ്ലീറ്റ് ദ റെക്കോർഡ് ആൻഡ് ഐ ഷുഡ് ബി ദെയർ ഫോർ ദി എക്സാം. നമ്മൾ ഏറ്റവും നന്നായി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുടെ എക്സാമിന് പഠിക്കാതെ പോകുമ്പോൾ, റെക്കോർഡ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാതെയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഗിൽറ്റ് ഉണ്ടാവും അല്ലേ? സെയിം ഗിൽറ്റ്. ആ ഒരു ഗിൽറ്റിൽ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇത് കട്ട് ചെയ്യാൻ എന്താ ഒരു മാർഗം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവം എൻ്റെ മുന്നിലേക്ക് ഒരു ഹാഫ് പേജ് പരസ്യം കൊണ്ടുവരുന്നത്. ആ പരസ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വായിൽ നാക്കുണ്ടെങ്കിൽ വയനാട്ടിലും ചോറുണ്ടെന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കൂ. അങ്ങനെ ആ നമ്പറിൽ വിളിക്കുന്ന സമയത്ത് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്നാണോ പ്രാക്ടിക്കൽ എക്സാം, അതേ ദിവസമായിരുന്നു എൻ്റെ ആ ഇൻ്റർവ്യൂ. ഞാൻ കാലെടുത്ത് വെക്കാൻ പോകുന്നത് ഒരു FM ഇൻഡസ്ട്രിയിലേക്കാണെന്നോ ഒന്നും അറിയാതെ മലയാള മനോരമ തുടങ്ങാൻ പോകുന്ന ഒരു FM റേഡിയോ. കേൾക്കുമ്പോൾ ഒരു പഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഷീൽ ബി ഫ്ലാറ്റ്. അപ്പോൾ ഷീ സെഡ്, ലിഷ്ന, എക്സാംസ് ക്യാൻ വെയിറ്റ്, യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ദി ഇൻ്റർവ്യൂ. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് അതാണെന്ന് പോലും തിരിച്ചറിയാതെ കോഴിക്കോട് കനകാലയ ബാങ്കിനടുത്തുള്ള സ്റ്റുഡിയോയിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. തിരിച്ച് കോളേജിലേക്ക് വരുന്നു. കോളേജിലെ കലാപരിപാടികളിലൊക്കെ അതിഗംഭീരമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇത് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എൻ്റെ മുന്നിൽ വന്ന് നിന്നു. സോ ഇറ്റ് വാസ് ദാറ്റ് മൊമെന്റ് ഞാൻ എൻ്റെ ലൈഫിലെ ആദ്യത്തെ തീരുമാനം എടുത്തത്. ആ തീരുമാനത്തിൽ നിന്ന് തുടങ്ങുന്നു എൻ്റെ ലൈഫിലെ ഒരു സെക്കൻഡ് പാർട്ട്. അപ്പം എൻ്റെ മുന്നിൽ വന്നു നിന്നത് ഇങ്ങനെയാണ്. ഫെബ്രുവരി 3-ാം തീയതി കോളേജിലെ സെൻഡ് ഓഫ്. ഫെബ്രുവരി 4-ാം തീയതി കോളേജിലെ ഇൻഡസോൺ മത്സരം. ഇൻഡസോണിലെ നാടകത്തിൽ സെൻറ്റർ ക്യാരക്ടർ ചെയ്യുന്ന ഞാൻ. ഫെബ്രുവരി 5-ാം തീയതി മോർണിംഗ് മനോരമ കോട്ടയത്ത് എനിക്ക് ജോയിൻ ചെയ്യണം. സോ ദിസ് ഓൾ കെയിം ഇൻ ലൈക്ക് വളരെ വളരെ എന്നെ ഞെട്ടിപ്പിക്കുന്ന രീതി. ഞാനിപ്പോൾ എന്ത് ഡ്രോപ്പ് ചെയ്യും? കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ എനിക്ക് ഒരിക്കലും എൻ്റെ കോളേജിനെ അവസാന നിമിഷം ഒരു ഇൻഡസോൺ ഫെസ്റ്റിന്, പ്രത്യേകിച്ച് നാടകം പോലെ എല്ലാ തവണയും ഫസ്റ്റൊക്കെ കിട്ടുന്ന നമ്മുടെ ആ ഒരു ഇവന്റിനെ ബ്രേക്ക് ചെയ്ത് ചെയർമാൻ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ അതേസമയം വീട്ടിൽ ഐ ആം കമ്മിങ് ഫ്രം എ വെരി ആവറേജ് ഫാമിലി. എൻ്റെ അച്ഛനൊരു മെക്കാനിക്കാണ്, അമ്മ ഒരു ഹൗസ് വൈഫാണ്. സോ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നീ സ്വന്തം കാലിൽ നിൽക്കണം, നിനക്ക് സ്വന്തമായ ഒരു ജോലി വേണം. അങ്ങനെ ഒരു ജോലിയാണ് എന്നെ തേടി വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് എന്ത് തീരുമാനം എടുക്കണമെന്ന് ഞാൻ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് നീ എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്യ് എന്നുള്ളതായിരുന്നു എനിക്ക് ചുറ്റുമുള്ള ആളുകളെല്ലാം തന്നിട്ടുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ഗ്രീഡി ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. ഐ ടുക്ക് മൈ ചോയ്സ്. ചില സമയത്ത് ചില ആളുകൾ നമ്മളോട് പറയും, ഇതൊന്നും എല്ലാം കൂടി നിനക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ പറയുന്ന ഒരു മൊമെൻറ്റിൽ ഇതെല്ലാം എനിക്ക് ട്രൈ ചെയ്ത് നോക്കി സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ലേ എന്ന് സ്വയം എന്നോട് തന്നെ ചോദിച്ച് ജീവിതത്തിൽ എൻ്റെ ആദ്യത്തെ ചോയ്സ് ഞാൻ എടുത്തത് ഇങ്ങനെയായിരുന്നു. ഫെബ്രുവരി 3-ാം തീയതി സെൻഡ് ഓഫും കഴിഞ്ഞ് ഫെബ്രുവരി 4-ാം തീയതി ഇൻഡസോൺ നാടകവും സ്റ്റേ ചെയ്ത് ഫെബ്രുവരി 5-ാം തീയതി മോർണിംഗ് എൻ്റെ ജോലിക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളത്. സോ അവിടെ എൻ്റെ ലൈഫിൽ ഒരു സിനിമാറ്റിക് മൊമെൻ്റ് വന്നു. ഡ്രാമയുടെ സെൻറ്റർ ക്യാരക്ടർ ഞാനാണ്. നമുക്കറിയാം നാടകമൊക്കെ തുടങ്ങുന്നത് ഇൻഡസോൺ കലോത്സവങ്ങൾ മിക്കവാറും രാത്രിയായിരിക്കും. ഫോർ ദ ഫസ്റ്റ് ടൈം പ്രോവിഡൻസ് വിമൻസ് കോളേജിൽ നിന്ന് ഞങ്ങൾ ആദ്യം ലോട്ട് എടുത്തോളാം എന്ന് പറഞ്ഞ് ആദ്യത്തെ ലോട്ട് എടുത്ത് നാടകം കളിക്കാൻ തുടങ്ങുന്നു. ആ തുടങ്ങുന്ന ഒരു മൊമെൻറ്റിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ലോറി വിളിച്ച് വരും എന്ന് പറയും.
ഫസ്റ്റ് പ്രതിസന്ധി, നാടകം തുടങ്ങി ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് വീഴുന്നു. കാരണം സ്റ്റേജിൽ സൈഡ് ഫ്ലാപ്പ് ഇല്ല. പിന്നെ അവിടെ പ്രശ്നമായി. സൈഡ് ഫ്ലാപ്പ് ഇല്ലാതെയാണോ സ്റ്റേജ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ അടിപിടി ബഹളമൊക്കെ ആയി. പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞു ഒരു കുട്ടിക്ക് ഒരു ജോലിക്കൊക്കെ പോകാനുള്ള ആവശ്യമാണ്, നാടകം വീണ്ടും നമ്മൾ ഒന്നും തൊട്ട് കളിക്കണം. അങ്ങനെ നാടകം വീണ്ടും ഒന്നു തൊട്ട് തുടങ്ങുന്നു. എൻ്റെ വേഷം കറുത്ത ടീഷർട്ട്, ബേജ് കളർ പാൻറ്, കംപ്ലീറ്റ് ചോര. കാരണം അന്ന് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നതും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതുമായി പ്രതിഷേധിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്, ഹന്ന ഫാത്തിമ എന്ന ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന സമയത്തുള്ള എൻ്റെ വേഷമാണിത്. എനിക്ക് പോകാൻ വേണ്ടി കോളേജിൽ നിന്ന് ഒരു വണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രതിസന്ധി, ബ്ലാക്ക് ഔട്ട് എന്ന് പറയലും എൻ്റെ കൈ പിടിച്ച് നാടകത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള സതീഷ് ഓടുന്ന സമയത്ത് എന്നെ കൊണ്ടുപോകാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു കാർ അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർമുല 1 കാറോട്ടോ സീരീസിൽ നമ്മുടെ വെസ്റ്റപ്പനൊക്കെ ബും ബും എന്ന് പറഞ്ഞ് ഓടുന്നത് പോലെ പേരാമ്പ്രയിൽ നിന്നുള്ള ഏതോ ഒരു ഓട്ടോ ചേട്ടൻ എന്നെ പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. ജീവിതത്തിൽ ഞാൻ എൻ്റെ ഓട്ടോയിൽ ആദ്യമായിട്ട് ഇത്രയും സ്പീഡിൽ പോയിട്ടുള്ള ഒരു സമയം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർമുല 1 റേസ്. ആൻഡ് ഫോർ മീ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് മൊബൈൽ ഫോണൊക്കെ ചെറുതായിട്ട് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛനും അമ്മയും എത്തിക്കോളും, ഞാൻ അവിടെ എത്തും, അതെൻ്റെ വിശ്വാസമാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഫോർ ദ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിലുള്ള ദിൽവാലെ ദിൽഹനിയ ലേ ജായെങ്കെ മോഹൻ ശരിക്കും. പക്ഷെ എന്നെ പിടിച്ച് കയറ്റാൻ ഷാറുഖാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ ഇങ്ങനെ പാഞ്ഞു പോകുന്ന സമയത്ത് ബേജ് കളർ പാൻറ്റും കറുത്ത ടീഷർട്ടും പകുതി വരെ മുറിച്ച മുടിയും നിറയെ ചോരയുമായ ഒരു പെൺകുട്ടി പ്ലാറ്റ്ഫോമിലൂടെ ഓടി ആ ഒരു ട്രെയിനിലേക്ക് ചാടി കയറുകയാണ്. സോ ദാറ്റ് വാസ് ആക്ച്വലി ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് എൻ്റെ ലൈഫിലും. ഹന്ന ഫാത്തിമ എന്ന ബ്ലാക്ക് ഫ്രൈഡിലെ നാടകത്തിലെ ക്യാരക്ടറിൽ നിന്ന് RJ ലിഷ്ന എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക്. ചില സമയത്ത് ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാവുന്ന സമയത്തുണ്ടല്ലോ, ഈ പ്രതിസന്ധികളെയൊക്കെ നമ്മൾ കോൺഫിഡൻസോട് കൂടി തരണം ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സർപ്രൈസുകളും ജീവിതം നമ്മളെ കാത്തുവയ്ക്കും. യാതൊരുവിധ എക്സ്പീരിയൻസും ആ ഫീൽഡിൽ ഇല്ലാഞ്ഞിട്ട് പോലും ഫോർ ദ ഫസ്റ്റ് ടൈം കേരളത്തിൽ ആദ്യത്തെ പ്രൈവറ്റ് FM റേഡിയോ ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, അത് 2007 ഒരു നവംബർ 29 മലയാള മനോരമയുടെ റേഡിയോ മാംഗോ. അന്ന് RJ രഘുവിനൊപ്പം കേരളത്തിലെ ആദ്യത്തെ ശബ്ദമായി മാറാൻ എനിക്ക് പറ്റി. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ബാക്ക് പാക്കായി കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. ജീവിതത്തിൽ ഞാൻ എടുത്ത ഒരു ചോയ്സ് മാത്രമാണ്. ഈ ഒരു റേഡിയോ എന്ന ഫീൽഡ് കേരളത്തിലുള്ള എല്ലാവർക്കും അത്ര പരിചിതമായിരുന്നില്ല. FM റേഡിയോ അതുവരെ AM മാത്രം കേട്ടിരുന്ന ജനങ്ങളിലേക്ക് വാട്ട് ഈസ് FM റേഡിയോ, ഇതെന്താ ഈ FM? 2007 ജനങ്ങളെല്ലാവരും എന്താണ് ഈ FM എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സ്പീഡിൽ ഇവർ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. AM പോലെ അല്ലാത്ത മറ്റെന്തോ ഞങ്ങളും പഠിക്കുകയായിരുന്നു. ജീവിതത്തിൽ ഞാൻ വളരെ ലൈറ്ററായിട്ട് ലൈഫിനെ ഫേസ് ചെയ്യണം എന്ന പാഠം പഠിച്ചത് ഈ കഴിഞ്ഞ ഒരു 17 വർഷത്തിനിടയിൽ റേഡിയോ മാംഗോയിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ റേഡിയോ ലൈഫിലൂടെയാണ്. കഴിഞ്ഞൊരു 17 വർഷമായിട്ട് കൺസിസ്റ്റൻ്റ്ലി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഷോ ആയിട്ടുള്ള കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞ എൻ്റെ ഷോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഗുഡ് മോർണിംഗ് കോഴിക്കോട് എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കിക്കുണ്ട്. ആ കിക്ക് എൻ്റെ ജീവിതത്തിൽ ഉടനീളം വേണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയ പാർട്ടാവണം എന്ന് ഞാൻ തീരുമാനിക്കാൻ ഏകദേശം ഒരു 5 വർഷം എടുത്തു. കാരണം ഈ ഒരു പ്രൊഫഷൻ എനിക്കൊരു സന്തോഷം നൽകുന്നുണ്ടോ എന്ന് ഞാൻ സ്വയം തിരിച്ചറിയാൻ എടുത്തിട്ടുള്ളൊരു സമയമാണ്. അതിൻ്റെ ഒരു മാജിക് അത് റേഡിയോയ്ക്ക് സ്വന്തമായിട്ടുള്ളതാണ്. നമുക്കറിയാം ഒരുപാട് വർഷക്കാലത്തെ റേഡിയോ ചരിത്രമുണ്ട് നമ്മുടെ കേരളത്തിന്, അല്ലേ? AM റേഡിയോ തൊട്ട് നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുള്ള FM റേഡിയോ, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ റേഡിയോ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസീവ് മീഡിയം ആണ്. ഇപ്പോൾ ഒരു പത്രമാണെങ്കിൽ നമുക്ക് ഇരുന്ന് വായിക്കണം, അല്ലേ? നമ്മുടെ പ്രസൻസ് അവിടെ ആവശ്യമുണ്ട്. ഒരു TV ആണെങ്കിൽ നമ്മൾ ഇരുന്ന് കാണണം, നമ്മുടെ പ്രസൻസ് അവിടെ ആവശ്യമുണ്ട്. പക്ഷെ റേഡിയോ, യു ജസ്റ്റ് സ്വിച്ച് ഇറ്റ് ഓൺ ആൻഡ് you just listen. You do a lot of things, but you listen. It's a very passive medium, but it is a very strong passive medium also. പലപ്പോഴും നമ്മളോട് പറയാറുണ്ട്, നിങ്ങളുടെയൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി, റേഡിയോയിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വീട്ടിലെ ഒരു മിക്സി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ പലപ്പോഴും കേൾക്കുന്ന ഒരു ശ്രോതാവിന് അത് പറയുന്നത് കേട്ടതിന് ശേഷം മിക്സി ഓൺ ചെയ്യാം എന്ന് തോന്നിപ്പിക്കലാണ് നമ്മളുടെ ചാലഞ്ച് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് റേഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല മാധ്യമങ്ങളുണ്ട്,
പല ഇൻഫോർമേഷൻസ് പല രീതിയിൽ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലമാണിത്. പക്ഷെ അപ്പോഴും റേഡിയോയുടെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ റേഡിയോ വെക്കുന്നത് എന്തിനാണ്? റേഡിയോ വെക്കുന്നത് നമ്മുടെ മൂഡൊന്ന് എൻഹാൻസ് ചെയ്യാനാണ്, അല്ലെ, പാട്ടുകൾ കേൾക്കാനാണ്, ഒരു ഇച്ചിരി സന്തോഷം കിട്ടാനാണ്. സോ ആസ് എൻ അംബാസിഡർ, റേഡിയോയിൽ ഒരു RJ എന്നുള്ള രീതിയിൽ എൻ്റെ ലൈഫിലെ മോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ ദിവസവും എന്നെ കേൾക്കുന്ന ഓരോ കാതുകളിലേക്കും സന്തോഷം എത്തിക്കുക എന്നുള്ളതാണ്. ടു ബി ഹാപ്പി, യു ഹാവ് ടു ബി ഹാപ്പി. ടു സെർവ് ഹാപ്പിനെസ്, യു ഹാവ് ടു ബി ഹാപ്പി. ദാറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആദ്യം എന്നോട് ചോദിക്കായിരുന്നു, സുഖല്ലേ നിനക്ക്, ആ മൈക്ക് അങ്ങോട്ട് ഓൺ ചെയ്തിട്ട് ബ്ലാ 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 പറഞ്ഞാൽ പോരെ? സോ ഐ സെഡ്, കം ഓൺ, ദാറ്റ്സ് നോട്ട് ജസ്റ്റ് എ ബ്ലാ ബ്ലാ ബ്ലാ. സൈലന്റ് റിഫോമേഴ്സ് ആണ് റേഡിയോ പീപ്പിൾ. ഡു യു നോ വൈ? ഇന്ന് ഈ ടെഡെക്സിന്റെ വേദിയിൽ നിൽക്കുന്ന സമയത്ത് ഫറോ കോളേജിന്റെ ടെഡെക്സിന്റെ ഈ വേർഷന്റെ ഒരു തീം എന്ന് പറയുന്നത് ധോ ആണല്ലേ. നമ്മൾ നൗക അല്ലെങ്കിൽ ഉരു എന്നൊക്കെ പറയുന്നത്. റേഡിയോ മാംഗോ ആദ്യമായി ലോഞ്ച് ചെയ്തത് പുതിയാപ്പയിലാണ് നമ്മുടെ ഓഫീസ് ഉള്ളത്, ആ സ്റ്റുഡിയോ. അന്നത് ലോഞ്ച് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ടായിരുന്നത് പുതിയാപ്പ ഹാർബറിലുള്ള ഒരുപാട് ഫിഷർമെൻ ആണ്. എൻ്റെ ജീവിതത്തിൽ റേഡിയോ ക്യാൻ ബ്രിങ് എ ലോട്ട് ഓഫ് ചേഞ്ച് ഇൻ എ ലോട്ട് ഓഫ് പീപ്പിൾസ് ലൈഫ്സ് എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. യു നോ, അറ്റ് ടൈംസ് വി ഫീൽ ഗൂസ് ബംസ് എന്നൊക്കെ പറയുന്നത് പോലെ. ഒരിക്കൽ റേഡിയോയിലേക്ക്, നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ഒരു കൂട്ടം ആളുകൾ ഹാർബറിൽ നിന്ന് വരികയാണ്. നമ്മുടെ സാധാരണ നമ്മുടെ ഹാർബറിലുള്ള ചേട്ടന്മാർ ലുങ്കിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് പറഞ്ഞ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു കൂട്ടം കപ്പലിന് അങ്ങോട്ട് പോയിട്ടുള്ള ആളുകൾ, ബോട്ടുമായിട്ട് കടലിലേക്ക് പോയിട്ടുള്ള ആളുകളിൽ ഒരു കപ്പൽ മാത്രം, അതായത് ഒരു ബോട്ട് മാത്രം തിരിച്ചെത്തിയിട്ടില്ല. ജലകന്യക എന്നാണ് ആ ബോട്ടിന്റെ പേര്. സിഗ്നൽ ഒന്നും പാസ് ഓൺ ചെയ്തിട്ട് അവരിലേക്ക് എത്തുന്നില്ല. എവരിബഡി ഈസ് ടെൻസ്ഡ്. 5 ദിവസമായി. അവർ തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞു, ഡീസൽ കഴിഞ്ഞിട്ടുണ്ടാവണം. അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് റേഡിയോ ആണ്. സോ നിങ്ങൾക്ക് റേഡിയോയിലൂടെ ഒരു മെസ്സേജ് പാസ് ഓൺ ചെയ്യുമോ, പറ്റുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. സോ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്തിട്ടില്ല. നമ്മൾക്കൊരു പോളിസിയും മ്യൂസിക് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം റേഡിയോയിലൂടെ ഞങ്ങളൊരു മെസ്സേജ് പാസ് ഓൺ ചെയ്യുകയാണ്. അത് ഞാനും ഉണ്ട്, RJ രഘു ഉണ്ട്, നമ്മുടെ പ്രൊഡ്യൂസർ ബെൻസി അയ്യമ്പലിയാണ്. ഹി ടുക്ക് എ ഡിസിഷൻ, കം ഓൺ, ദിസ് ഇസ് ദ ടൈം, സൊസൈറ്റി നീഡ്സ് അസ്. സോ ജസ്റ്റ് റേഡിയോയിലൂടെ പാസ് ഓൺ എ മെസ്സേജ്. ജലകന്യക എന്ന് പറഞ്ഞ ബോട്ടിലിരുന്ന് ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്കുള്ള മെസ്സേജ് ഇതാണ്, നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള വഴി ഇതാണ്. അന്ന് പറയുന്ന സമയത്തും ഇതവർ കേൾക്കുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഫോർ ദ ഫസ്റ്റ് ടൈം ലൈഫിൽ, എൻ്റെ ലൈഫിൽ എന്നെ കിക്കടിച്ച ഫസ്റ്റ് മൊമെൻ്റ് ആണ്. ഈ മെസ്സേജ് കേട്ട് ആഴക്കടലിലുള്ള ജലകന്യക എന്ന ബോട്ട് തിരിച്ചു വന്നു. ആ തിരിച്ചു വന്ന ആ നിമിഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. തിരിച്ചു വന്ന അവർ ആദ്യം കയറി വന്നത് നമ്മുടെ റേഡിയോ സ്റ്റേഷനിലേക്കാണ്. അവരുടെ നിറഞ്ഞ കണ്ണുകളുള്ള ആ മുഖം കാണുന്ന സമയത്ത്, ഓ മൈ ഗോഡ്, എൻ്റെ ഒരു പറച്ചിലിലൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പറച്ചിലിലൂടെ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ, ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു നിമിഷം. ആൻഡ് ഐ ഡിസൈഡഡ്, കം ഓൺ, ദിസ് ഇസ് സംതിങ് വിച്ച് നോട്ട് എവ്രിബഡി ക്യാൻ ഡു. സോ ലെറ്റ് മീ എംബ്രേസ് ഇറ്റ് എന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായി തീരുമാനിച്ചൊരു നിമിഷം. അവിടെ നിന്ന് വളരെ കുഞ്ഞു വളരെ ലൈറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് റേഡിയോയിൽ പലപ്പോഴും നിങ്ങൾ കേൾക്കാറില്ല. നമ്മൾ ഈ യമണ്ടൻ കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാറില്ല. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെ വളരെ ലൈറ്ററായിട്ട്, മേ ബി ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാത്തൊരു ആംഗിളിൽ നിങ്ങളോട് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആൻഡ് ആ ലക്ഷ്യത്തിന് ഒരുപാട് ബാക്ക് വർക്ക് ആവശ്യമാണ്. സോ ഇതിൻ്റെ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പ്ലേ ചെയ്യുന്നവരാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാട്ട് കേട്ടിട്ട് ഈ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അന്ന് പാട്ട് നമ്മൾ ടേപ്പ് റെക്കോർഡറിൽ വെക്കണം, അല്ലേ? നമുക്ക് ഇന്നത്തെ പോലെ ഇയർഫോൺസ് പ്ലഗ് ഇൻ ചെയ്തിട്ടുള്ള കലാപരിപാടിയൊന്നുമില്ല. പക്ഷെ അന്ന് അമ്മ എപ്പോഴും ചീത്ത പറയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, പാട്ടൊക്കെ ഫുൾ ടൈം കേൾക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തെത്തിപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവമാവളി കേട്ടോന്ന് അറിയില്ല. 24/7 പാട്ടുകളുള്ള ഒരു ലോകത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ പാട്ടുകളിൽ കുറിച്ച് പറയുന്ന സമയത്ത്, കാതൽ എന്ന് പറഞ്ഞ മൂവിയിൽ വൈരമുത്തു എഴുതിയിട്ടുള്ള വരികളുണ്ട്, AR റഹ്മാൻ ട്രാക്ക്. കൻ യു ഗെസ് വിച്ച് ഇസ് ദാറ്റ് സോങ്? ലൈഫിൽ പലപ്പോഴും പല കാര്യങ്ങളും ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്ന് നമ്മളോട് വൈരമുത്തു പറഞ്ഞതാണ്, അല്ലേ? AR റഹ്മാൻ ആ ട്രാക്കിൽ ലൈഫിൽ എന്നും വരട്ടെ പോട്ടെ, ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി പോളിസി. അങ്ങനെ ലൈഫിൽ വളരെ ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്ന് ഒരു സ്റ്റാൻഡ് പലപ്പോഴും റേഡിയോയിലുള്ളപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരും. ജീവിതത്തിൽ ചുറ്റും എന്ത് സംഭവിക്കുന്ന സമയത്തും
ബി വെരി പോസിറ്റീവ്, ബി വെരി ഹാപ്പി. ഇറ്റ്സ് നോട്ട് വെരി ഈസി, ബട്ട് യു ക്യാൻ ഡു ഇറ്റ്. പക്ഷേ യുവർ ബിസിനസ്സസ് ഇതേപോലെ കേൾക്കുന്ന അനേക ലക്ഷം ആളുകളിലേക്ക് ഈ ഹാപ്പിനെസ്, ഈ പോസിറ്റിവിറ്റി എത്തിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വളരെ കുഞ്ഞു കാര്യങ്ങൾ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം രാവിലെ ഞാൻ റേഡിയോ മാംഗോയുടെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ എന്നെ കാത്ത് ഒരുപാട് മെസ്സേജുകൾ കാത്തിരിക്കുന്നുണ്ട്. ആ മെസ്സേജുകളിലൊന്ന് ഒരു ഓഡിയോ മെസ്സേജാണ്. അപ്പോൾ ആ ഓഡിയോ മെസ്സേജ് കേട്ട സമയത്ത് അതൊരു നമ്മുടെ ഒരു ലിസ്ണറിൻ്റെ, ശ്രോതാവിൻ്റെ ഒരു മെസ്സേജായിരുന്നു. ആ മെസ്സേജ് ഇങ്ങനെയാണ്. അവരുടെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഷൈജ. ഷൈജ മെസ്സേജ് അയച്ചത്, ലിഷ്ന, ഇന്ന് എൻ്റെ പിറന്നാളാണ്. എൻ്റെ വീട്ടിലും എൻ്റെ ഫാമിലിയിലും ആരുടെ പിറന്നാളുണ്ടെങ്കിലും ഫാമിലി ഗ്രൂപ്പിൽ ആദ്യം മെസ്സേജ് ചെയ്യുന്നത് ഞാനാണ്. പക്ഷേ എൻ്റെ ബർത്ത്ഡേ ആയ സമയത്ത് ആർക്കും അത് ഓർമ്മയില്ല. എൻ്റെ ഹസ്ബൻഡിനും ഓർമ്മയില്ല, എൻ്റെ കുട്ടികൾക്കും ഓർമ്മയില്ല, ആർക്കും ഓർമ്മയില്ല. ഈ ഒരു മെസ്സേജ് കേട്ട സമയത്ത് ഐ തോട്ട്, ഓക്കെ, ഐ ഹാവ് ടു ഗിവ് സംതിങ്, ആ മുഖത്തൊരു ചിരി വരുത്താൻ വേണ്ടിയിട്ട്. കാരണം റേഡിയോയിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ടു ബ്രിങ് എ സ്മൈൽ ഓൺ ദെയർ ഫേസ് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അന്ന് ചെയ്ത ഒരു ചെറിയ കാര്യമാണ്. അന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഷൈജയുടെ ബർത്ത്ഡേ അന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ സോങ്ങിന് പേറ്റന്റ് കിട്ടിയ ദിവസമാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഗസ്റ്റിനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഷാൻ റഹ്മാനോട് നമ്മൾ പറഞ്ഞു, ഒരു ചെറിയ കാര്യം, ഷാൻ ഈ ഇന്റർവ്യൂ തരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു ലിസ്ണർ ഉണ്ട് ഷൈജനെ വിളിച്ചിട്ടൊന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാവോ? ഷാൻ പറഞ്ഞു, ഓക്കെ, വൈ നോട്ട്, വിൽ ഡു ഇറ്റ്. അങ്ങനെ വളരെ സർപ്രൈസ് ആയിട്ട് ഷൈജനെ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ വിളിച്ചു എന്നുള്ളത് തന്നെ വലിയ സർപ്രൈസ് ആയിരുന്നു. പക്ഷെ ഷാൻ റഹ്മാൻ ഷൈജയോട് നമ്മൾ പറഞ്ഞു, നമ്മളൊരു ചെറിയ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. ആ സർപ്രൈസ് എന്തായിരുന്നു വെച്ചാൽ ഷാൻ റഹ്മാന്റെ ഹാപ്പി ബർത്ത്ഡേ സിംഗിങ് ഫോർ നമ്മുടെ ഷൈജ. ഇത് കേട്ട് ഷി വാസ് ഓൺ ക്ലൗഡ് നയൻ. ആ ഒരു മൊമെന്റിൽ ഒരുപാട് പേരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു നിമിഷത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി. അന്ന് കേട്ടിരുന്ന ഒരുപാട് ശ്രോതാക്കളോട് നമ്മൾ പറഞ്ഞു, ഇതേപോലെ വീട്ടിൽ ഒരു തവണയെങ്കിലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാത്ത ആരുണ്ട്? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓർക്കാത്ത, അല്ലേ? ചില സമയത്ത് നമ്മുടെ വീട്ടിൽ ബർത്ത്ഡേ ഒരു തവണ പോലും സെലിബ്രേറ്റ് ചെയ്ത ആളുകളുണ്ടാവും. നമ്മൾ പലപ്പോഴും അവരെ മറന്നുപോകും. ഇതുപോലുള്ള വളരെ കുഞ്ഞു കുഞ്ഞു മെസ്സേജുകളാണ് നമ്മൾ പലപ്പോഴും റേഡിയോയിൽ പാസ് ഓൺ ചെയ്യാറുള്ളത്. ഒരു ഫ്ലഡ് വന്ന സമയത്ത്, ഒരു പാൻഡമിക് വന്ന സമയത്ത്, ഒരു നിപ്പ വന്ന സമയത്ത് റേഡിയോയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ തകർന്നിരുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് ഹാപ്പിനെസ് സ്റ്റോറീസിലൂടെ, ഒരുപാട് പോസിറ്റീവ് സ്റ്റോറീസിലൂടെ, ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ അവരെ തിങ്ക് ചെയ്യാൻ, അവരെ ആക്ട് ചെയ്യാൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വി മെയ്ഡ് എ ലോട്ട് ഓഫ് എഫേർട്സ്. സോ വി ഓൾവേസ് സേ RJs, they are silent reformers. പലപ്പോഴും എൻ്റെ മെന്ററായിട്ടുള്ള ബെൻസി അയ്യമ്പള്ളി, ഹി വാസ് മൈ ഫസ്റ്റ് പ്രൊഡ്യൂസർ, ഹി സെഡ് സംതിങ് ലൈക്ക് ദിസ്. ലിഷ്ന, ജസ്റ്റ് ചിന്തിച്ചു നോക്കൂ, ഇന്ത്യയിലെ രാഷ്ട്രപതിയും അതേപോലെ പ്രധാനമന്ത്രിയും ഒക്കെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഒരു ഇൻഡിപെൻഡൻസ് ഡേ വരുന്ന സമയത്തോ ഒരു റിപ്പബ്ലിക് ഡേ വരുന്ന സമയത്തോ ആണ്. You RJs have the privilege to talk to your city every day and be an ambassador of happiness. And when I stand here, I say I'm proud to be an RJ. RJ Lishna signing off.